പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. ഇടപ്പള്ളി പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് ഇവിടെ തടിച്ചുകൂടിയത്. ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന് വിട നൽകുന്നത്. മന്ത്രി പി രാജീവ് അടക്കം സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ ഇടപ്പള്ളിയിലുണ്ട്. ഇടപ്പള്ളി മാമംഗലത്തെ രാമചന്ദ്രൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം നൽകുകയാണ്. കൊച്ചി മേയർ അനിൽകുമാർ, മന്ത്രി പി രാജീവ്, DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് അടക്കം പ്രമുഖരായ ആളുകളൊക്കെ അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാനും അദ്ദേഹത്തിന് അന്തിമാഭിവാദ്യം അർപ്പിക്കാനും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമതികളോടുകൂടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇന്ന് രാവിലെയാണ് സംസ്ഥാന സർക്കാർ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടി രാമേന്ദ്രൻ നായരിന് വിടവാങ്ങൽ നൽകുന്നു എന്നുള്ള കാര്യം അറിയിച്ചത്. പോലീസ് സേന ഗാർഡ് ഓഫ് ഓണർ നൽകും. ഒപ്പം വിവിധ മന്ത്രിമാർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. ഇതിനുശേഷം മുഖ്യമന്ത്രിയും രാമേന്ദ്രൻ നായരുടെ വീട് സന്ദർശിക്കും എന്നാണ് അറിയുന്നത്. സംസ്കാര ചടങ്ങിന് മന്ത്രിസഭയിൽ നിന്ന് വ്യവസായ മന്ത്രി പി രാജീവാണ് പങ്കെടുക്കുന്നത്. സ്നേഹമോൾ നൈനാൻ ഇപ്പോൾ സംസാര ചടങ്ങ് നടക്കുന്ന വീട്ടിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്നേഹ, എങ്ങനെ പുരോഗമിക്കുന്നു സംസ്കാര ചടങ്ങുകൾ? മാർഷൽ, ഔദ്യോഗിക ബഹുമതികളുടെ ഭാഗമായുള്ള ആദരവ് അല്പസമയത്തിനകം വീട്ടിൽ നടക്കും. അത് ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. വീട്ടുകാരുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ ആവശ്യപ്രകാരം ഉള്ള ഔദ്യോഗിക ബഹുമതിയാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ബഹുമതി അദ്ദേഹത്തിൻ്റെ ശ്മശാനത്തിലെത്തിയിട്ടായിരിക്കും നൽകുക. അതിന് മുന്നോടിയായുള്ള ഔദ്യോഗിക ബഹുമതികളാണ് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. ഭീകരരുടെ കയ്യിൽ നിന്നും വെടിയേറ്റ് മരിച്ച അദ്ദേഹം രാജ്യത്തിന് വേണ്ടി മരിച്ച ഒരാൾ തന്നെയാണ്. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഒരാളാണ്. അത്തരത്തിലൊരു ഔദ്യോഗിക ബഹുമതിയാണ് നിലവിലിപ്പോൾ നൽകാൻ പോകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി വ്യവസായ മന്ത്രി പി രാജീവുണ്ട്. അതോടൊപ്പം തന്നെ DCC അധ്യക്ഷനുണ്ട്, എറണാകുളം ജില്ലാ കളക്ടർ, മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ, പൊതുപ്രവർത്തകർ, അങ്ങനെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോഴും രാമചന്ദ്രൻ്റെ ഭൗതിക ശരീരം അവസാനമായെന്ന് കാണാൻ നിരവധി ആളുകൾ തന്നെയാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് നിശ്ചയിച്ച പോലെ തന്നെ 12 മണിയോടുകൂടി തന്നെ ഈ വീട്ടിൽ നിന്നും മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഗാർഡ് ഓഫ് ഓണർ നൽകി അതിനുശേഷം 12 മണിക്ക് ശേഷം മൃതദേഹം ഉടൻ തന്നെ പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഗാർഡ് ഓഫ് ഓണറിന് ശേഷം പൊതുശ്മശാനത്തിലേക്കാണ് മൃതദേഹം കൊണ്ടുപോവുക. അല്പസമയം മുൻപ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇവിടെ എത്തുകയുണ്ടായി. കുടുംബത്തിലുള്ളവരെ, വീട്ടുകാരെ ആശ്വസിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയുണ്ടായി. ഭീകരരുടെ കയ്യിൽ നിന്നും വെടിയേറ്റ് മരിച്ച അദ്ദേഹം രാജ്യത്തിന് വേണ്ടി തന്നെ മരിച്ച ഒരു ധീരനായി തന്നെയാണ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സംസ്ഥാനം ഔദ്യോഗിക ബഹുമതികൾ നൽകുന്നത്. പൂർണ്ണ ബഹുമതി അദ്ദേഹത്തിന് ശ്മശാനത്തിലെത്തിയായിരിക്കും നൽകുക. അല്പസമയത്തിനുള്ളിൽ തന്നെ ഗാർഡ് ഓഫ് ഓണർ ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും. അതിനുശേഷം മൃതദേഹം എടപ്പള്ളിയിലുള്ള പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിന് ശേഷം മുഖ്യമന്ത്രി ഇവിടെ വീട്ടിലെത്തി കുടുംബത്തിലുള്ള ആളുകളെ കാണും, അവരുമായി സംസാരിക്കും എന്ന് തന്നെയാണ് നിലവിൽ ലഭ്യമായ വിവരം. ഏതായാലും അദ്ദേഹത്തിൻ്റെ നിരഞ്ജനം വീട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ സ്വർഗമായിരുന്ന ഈ സ്ഥലത്തേക്ക് ഒന്നല്ല രണ്ടല്ല ആയിരക്കണക്കിന് ആളുകൾ തന്നെയായിരുന്നു എത്തിക്കൊണ്ടിരുന്നത്. മങ്ങാട്ടിലയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നൊരു ചെറിയ ഇടവഴിയാണ്. ആ ഇടവഴിയിൽ താങ്ങാൻ സാധിക്കാത്തത്ര ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വിവിധ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, അങ്ങനെ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഇവിടെ എത്തിച്ചേരുന്ന ഒരു കാഴ്ചയുണ്ടായി. വിവിധ സംഘടനകളിലുള്ള ആളുകൾ എത്തിച്ചേരുകയുണ്ടായി. അവരെല്ലാം പറഞ്ഞതനുസരിച്ച് നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന് എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ്. രാമചന്ദ്രൻ നായർ ഇന്നലെ വരെ മറ്റാരോ ആയിരുന്നു, പക്ഷേ ഇന്ന് അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഭീകരരുടെ കയ്യിൽ നിന്നും വെടിയേറ്റ്
മരിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ധീരനായി തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുക. അതിനാൽ തന്നെ നമ്മുടെ സംസ്ഥാനം ഔദ്യോഗിക ബഹുമതികൾ നൽകി അദ്ദേഹത്തിന് ആദരമർപ്പിക്കുകയാണ്. ഇവിടെ ഗാർഡ് ഓഫ് ഓണർ നൽകാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഗാർഡ് ഓഫ് ഓണർ ആരംഭിക്കുന്നതായിരിക്കും. ശേഷം നിശ്ചയിച്ചതുപോലെ തന്നെ ഇടപ്പള്ളിയിലെ പൊതുശ്മശാനത്തിലെത്തി സംസ്ഥാനത്തിൻ്റെ പൂർണ്ണ ബഹുമതി നൽകും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങളിലേക്കും മറ്റ് കർമ്മങ്ങളിലേക്കും നടപടികളിലേക്കും ഒക്കെ തന്നെ നീങ്ങും. അതിലും നിരവധി ആളുകളാണ് ഇവിടേക്ക് ഇപ്പോഴും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് കേന്ദ്ര സഹമന്ത്രി എത്തിയത്. അദ്ദേഹത്തിൻ്റെ മകൾ പ്രതികരിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മകളുടെ മുന്നിൽ വെച്ച് വെടിയേറ്റാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ചങ്ങമ്പുഴ പാർക്കിൽ നിന്നും പുറപ്പെട്ട് വീട്ടിലേക്ക് എത്തുന്നതുവരെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു കേരളം മുഴുവനും ഭാരത് മാതാ കി ജയ്, ഭീകരവാദം നിലനിൽക്കില്ല തുടങ്ങിയ മുദ്രാവാക്യ വിളികളുമായാണ് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ഇങ്ങോട്ടേക്ക് എത്തിയത്. അതിനുശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴും ഓരോരുത്തരും അദ്ദേഹത്തെ കാണാൻ, ജനപ്രതിനിധികളെല്ലാം അദ്ദേഹത്തെ കാണാൻ എത്തിയപ്പോഴും ഇവരെല്ലാം തന്നെ ഭാരത് മാതാ കി ജയ് വിളികളോടുകൂടി തന്നെയായിരുന്നു അദ്ദേഹത്തിന് ആദരമർപ്പിച്ചത്. അതിനുശേഷം വിലാപയാത്രയായി തന്നെയായിരിക്കും ഇടപ്പള്ളിയിലെ പൊതുശ്മശാനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോവുക. നീരാഞ്ജനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നിമിഷമാണിത്. എല്ലാവരോടും അദ്ദേഹം യാത്ര പറയുകയാണ്. തൻ്റെ പ്രിയപ്പെട്ടവരോട്, തൻ്റെ ഭാര്യയോട്, മക്കളോട്, അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളോട്, സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട്, അങ്ങനെ 40 വർഷമായി താമസിച്ച സ്ഥലത്തോട് അദ്ദേഹം അവസാനമായി വിട പറയാൻ ഒരുങ്ങുകയാണ്. ഇനി ഒരു മടക്കയാത്രയില്ല. ഏറെ സന്തോഷപൂർവ്വം തന്നെ, അല്ലെങ്കിൽ നല്ല ഓർമ്മകളുമായി തന്നെ തിരിച്ചു വരേണ്ട ഒരാൾ തന്നെയായിരുന്നു രാമചന്ദ്രൻ. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അദ്ദേഹം ചേതനയറ്റ ശരീരവുമായി ആണ് അദ്ദേഹം ഈ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത ശരിയാവരുത് എന്ന് ഓരോ മലയാളികളും പ്രാർത്ഥിച്ച നിമിഷമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം മുതൽ അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾ തന്നെ അന്ന് രാത്രി തന്നെ, ഈ വാർത്ത അറിഞ്ഞ നിമിഷം തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് ഉണ്ടായത്. അവരെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് വാതോരാതെ തന്നെ സംസാരിച്ചിരുന്നു. പൊതുപ്രവർത്തകനായിരുന്നു, എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടിരുന്ന ഒരാളായിരുന്നു. ഏതു നേരത്തും ചെന്ന് കണ്ട് ഒരു പ്രശ്നം പറഞ്ഞാൽ അതിനൊരു പരിഹാരം നൽകുന്ന ഒരാളായിരുന്നു. ഏറെ വേദനയോടുകൂടി തന്നെയാണ് എൻ രാമചന്ദ്രൻ്റെ വിയോഗം അവർ കേട്ടത്. നാടെല്ലാം ഞെട്ടലിലായിരുന്നു. ഇപ്പോൾ ഒരു നാടാകെ ഒന്നിച്ച് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്കായി അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹത്തെ കാണാനെത്തിയ ആളുകൾ, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാനെത്തിയ ആളുകൾ പറഞ്ഞതനുസരിച്ച് നമ്മളെല്ലാം ഒന്നാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. അപരിചിതർ പോലും ഇവിടെ എത്തിയിരുന്നു. അവരും അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിരുന്നത്. അവരുടെ കുടുംബത്തോടൊപ്പമുണ്ട് ഞങ്ങളെല്ലാവരും എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. അവരുടെ കണ്ണീരിനൊപ്പമുണ്ട്. അവരെ ചേർത്ത് പിടിക്കാനാണ് ഞങ്ങളിവിടെ എത്തിയതെന്നാണ് അവർ പ്രതികരിച്ചിരുന്നത്. ഇപ്പോൾ വ്യവസായ മന്ത്രി പി രാജീവുണ്ട്, എറണാകുളം ജില്ലാ കളക്ടറുണ്ട്, DCC അധ്യക്ഷനുണ്ട്. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകൾ എല്ലാം തന്നെ സ്ഥലത്തുണ്ട്. അദ്ദേഹത്തിന് ആദരമർപ്പിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഗാർഡ് ഓഫ് ഓണർ